നമ്മുടെ ലാബ് 3-ലെ സെക്കൻഡ് പ്രോഗ്രാമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്രിയേറ്റ് എ വെബ് പേജ് ടു ഡെമോൺസ്ട്രേറ്റ് CSS ബേസിക്സ്, സ്റ്റൈൽ എലമെൻറ്റ്സ് യൂസിങ് ടൈപ്പ്, ഡിസെൻഡൻറ്റ്, ചൈൽഡ് ID, ക്ലാസ്, ആട്രിബ്യൂട്ട്, യൂണിവേഴ്സൽ ആൻഡ് ഗ്രൂപ്പ് സെലക്ടേഴ്സ്. അതായത് നമ്മൾ പഠിച്ച ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് CSS സെലക്ടേഴ്സ് യൂസ് ചെയ്ത എലമെൻറ്റ്സിന് സ്റ്റൈൽ ചെയ്യുക. അവിടെ ഡിസെൻഡൻറ്റ് ഇത്തരമുള്ള സ്റ്റൈൽസ് എല്ലാം ഡിസെൻഡൻറ്റ്, ചൈൽഡ് ID അങ്ങനെ നമ്മൾ പഠിച്ച എല്ലാ സെലക്ടേഴ്സും വന്നിരിക്കണം. നെക്സ്റ്റ് അപ്ലൈ ഫോണ്ട് പ്രോപ്പർട്ടീസ്. ഡിഫറെൻറ്റ് ഫോണ്ട് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുക. ഫോണ്ട് ഫാമിലി, ഫോണ്ട് സ്റ്റൈൽ, ഫോണ്ട് സൈസ്, ഫോണ്ട് വെയ്റ്റ്. Then customize text with decoration, spacing, alignment and transformation and indenting. Then use short color names and CSS gradient for background or text. അടുത്തത് എന്തായിരുന്നു? എലമെൻറ്റ് പൊസിഷനിങ് ആണ്. അബ്സല്യൂട്ട്, റിലേറ്റീവ് ആൻഡ് ഫിക്സ്ഡ് പൊസിഷൻ യൂസ് ചെയ്ത് എലമെൻറ്റിനെ പൊസിഷൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ ലാസ്റ്റ് വരുന്നത് ഒരു നെക്സ്റ്റ് പ്രോഗ്രാമായിട്ട് ചെയ്യാം. ആദ്യത്തെ 4 എലമെൻറ്റ്സിന് സ്റ്റൈൽ ചെയ്യുന്നത് CSS പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് എലമെൻറ്റ്സിന് സ്റ്റൈൽ ചെയ്യാം. ദെൻ ഫോണ്ട് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഡെക്കറേഷൻ, ദെൻ CSS ഗ്രേഡിയൻറ്റ്. ഇത്രയും ഉപയോഗിച്ചിട്ടുള്ളൊരു വെബ് പ്രോഗ്രാം നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം നമ്മൾ ആദ്യം തന്നെ HTML എഴുതി അതിന് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗിനകത്തായിട്ട് CSSൻ്റെ സ്റ്റൈൽ പ്രോപ്പർട്ടീസ് എല്ലാം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബോഡി ടാഗിനകത്തായിട്ട് ഒരു ബേസിക് ഒരു പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഒരു വെബ് പേജിൻ്റെ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് ഇങ്ങനെയായിരിക്കും. റൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. CSS ബേസിക്സ് ഡെമോൺസ്ട്രേഷൻ, സെലക്ടേഴ്സ്, ഫോണ്ട് ആൻഡ് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ്, ദെൻ ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം CSS ബേസിക്സ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ബ്രൗൺ കളറിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് അണ്ടർലൈൻഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സെലക്ടർ, ഫോർ എക്സാമ്പിൾ ഇവിടെ CSS ബേസിക് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു H1 ടാഗിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. CSS ബേസിക് ഡെമോൺസ്ട്രേഷനിൽ നമ്മൾ ID സെലക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ID സെലക്ടറിനെ കുറിച്ചെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ID സെലക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഷ് സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഹാഷ് മെയിൻ ടൈറ്റിൽ എന്നാണ് ID സെലക്ടറുടെ പേര്. ഇവിടെ കളർ ഒരു ബ്രൗൺ കളർ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ടെക്സ്റ്റ് അലൈൻമെൻറ്റ് എന്ന സെൻറ്റർ ആണ്, അപ്പർ കേസ്, അണ്ടർലൈൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് നൽകിയിരിക്കുന്നത്. റെഡ് കളർ വേണമെങ്കിൽ നിങ്ങൾക്കൊരു നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ ഒരു രീതിയിലായിരിക്കും. കണ്ടോ, റെഡ് കോമ്പിനേഷൻ ആണെങ്കിൽ റെഡ് കളറായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അതായത് ഇവിടെയാണ് നമ്മൾ ID സെലക്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സെലക്ടേഴ്സ്, ഫോണ്ട് ആൻഡ് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഗ്രേഡിയൻറ്റ്, ഈ 3 ഒരേ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. റെഡ് കളറിലാണ്, സെൻട്രലൈസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? സെലക്ടേഴ്സ് എന്ന് പറയുന്നത് H2 ടാഗിലാണ്. അതുപോലെ തന്നെ ഫോണ്ട് ആൻഡ് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ്, ആ എല്ലാ ഹെഡിങ്ങും H2 ടാഗാണ് നൽകിയിരിക്കുന്നത്. അതായത് div ടാഗിനകത്തുള്ള H2 ടാഗാണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ H2 ടാഗിനെല്ലാം കോമൺ ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് div H2 എന്ന് പറയുന്ന ഒരു ചൈൽഡ് സെലക്ടറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. div ടാഗിൻ്റെ H2-ന് കളർ റെഡ് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് റെഡ് കളർ വന്നത്. സോ നമ്മൾ ചൈൽഡ് സെലക്ടറും അപ്ലൈ ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പാരഗ്രാഫ്. ഫോർ എക്സാമ്പിൾ ഇവിടെ പാരഗ്രാഫ് എന്ന് പറയുന്ന കണ്ടന്റ് കണ്ടോ? അതായത് ഇവിടെ സ്പാൻ ക്ലാസ്സിനകത്തായിട്ടാണ് നമ്മൾ പാരഗ്രാഫ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ക്ലാസ് ഹൈലൈറ്റ്, ക്ലാസ് സെലക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പാരഗ്രാഫിന് ഒരു ക്ലാസ് സെലക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ക്ലാസ് സെലക്ടറിൻ്റെ പേര് ഹൈലൈറ്റ് എന്നാണ്. ക്ലാസ് സെലക്ടർ നമ്മളെപ്പോഴും ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അതായത് ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ക്ലാസ് സെലക്ടറാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് യെല്ലോ ആയിട്ട് സെറ്റ് ചെയ്തു. ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക്, ഫോണ്ട് വെയ്റ്റ് ബോൾഡ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ലൈറ്റ് യെല്ലോ പെയിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിൽ പാരഗ്രാഫ് എന്നുള്ളത് മാത്രം ഡിസ്പ്ലേ ചെയ്തു വന്നത്. ഇനി അടുത്തതായിട്ട് ഇവിടെ ദിസ് എക്സാമ്പിൾ സൈറ്റ് എന്ന് പറയുന്നതിന് നമ്മളൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, ഇവിടെ ദിസ് എക്സാമ്പിൾ സൈറ്റ് എന്ന് പറയുന്നൊരു കണ്ടന്റ് കണ്ടു. അതായത് ഇവിടെ A ടാഗിൻ്റെ href ദെൻ ഒരു ലിങ്ക് കൊടുത്തു. അതിനുശേഷം ടാർഗറ്റ് ഈക്വൽ ടു ബ്ലാങ്ക്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ആട്രിബ്യൂട്ട് സെലക്ടറാണ്. കണ്ടോ, അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് യൂസിങ് ഇനി ഈ ആട്രിബ്യൂട്ട് സെലക്ടർ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അതായത് ആട്രിബ്യൂട്ട് സെലക്ടർ അറിയാലോ, ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിസിറ്റ് href ഈക്വൽ ടു ലിങ്ക് കൊടുത്തു, ടാർഗറ്റ് ഈക്വൽ ടു ബ്ലാങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വരുന്ന ഭാഗത്താണ് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ A എന്ന് പറയുന്ന ടാഗിൻ്റെ ടാർഗറ്റ് ഈക്വൽ ടു ബ്ലാങ്ക്. അതിന് കളറ് കൊടുത്തു, ഒരു റെഡ് കളർ, ക്രിംസൺ എന്ന് പറയുന്ന കളർ കൊടുത്തു. ടെക്സ്റ്റ് ഡെക്കറേഷൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഫോണ്ട് വെയ്റ്റ് ബോൾഡ്. അതുകൊണ്ടാണ് ഔട്ട്പുട്ട് നമുക്കിവിടെ ഈ ഒരു രീതിയിൽ വന്നത്. ഇനി അടുത്തത് ഫോണ്ട് ആൻഡ് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ്. അതായത് ഈ ഒരു ലൈനിലാണ് ഫോണ്ട് ആൻഡ് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫോണ്ട് ഡെമോ എന്ന് പറയുന്ന ക്ലാസ് ആണ് അതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോണ്ട് ഡെമോ എന്ന് പറയുന്ന ക്ലാസ്സിൽ അതിൻ്റെ ഫോണ്ട് ഫാമിലി നമ്മൾ കൊടുത്തു, ടൈംസ് ന്യൂ റോമൻ, ദെൻ ഫോണ്ട് സ്റ്റൈൽ,
ഫോണ്ട് സൈസ്, ഫോണ്ട് വെയ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഔട്ട്പുട്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ഫോണ്ട് സൈസ് കുറച്ചുകൂടി വലുതാക്കി കൊടുക്കാം. അപ്പോൾ 77 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുക. കണ്ടോ, കുറച്ചും കൂടി ബിഗർ സൈസിലാണ് ഔട്ട്പുട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ആ ഫോണ്ടിന് പ്രോപ്പർട്ടി കൊടുക്കുന്നത് ആ രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അടുത്തതായി ടെക്സ്റ്റ് ഡെമോ എന്ന് പറയുന്ന ക്ലാസ് സെലക്ടറാണ് ഈ ഒരു ലൈനിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ഡെമോയിൽ എന്താ, ടെക്സ്റ്റിൻ്റെ അലൈൻമെൻ്റ് ആണ്. അതായത് ടെക്സ്റ്റ് ജസ്റ്റിഫൈ, ടെക്സ്റ്റ് ക്യാപിറ്റലൈസ് ആണ്, ടെക്സ്റ്റ് ഡെക്കറേഷൻ ഓവർലൈൻ ആണ്. അപ്പോൾ ഇവിടെ ഓവർലൈൻ നൽകിയത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിവിടെ അണ്ടർലൈൻ ആണ് നമുക്ക് കൊടുക്കുന്നതെങ്കിൽ അണ്ടർലൈൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുത്തു. അപ്പോൾ ഇവിടെ കണ്ടൻസ് എല്ലാം അണ്ടർലൈൻ ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 പ്രോപ്പർട്ടീസ് നമ്മൾ അപ്ലൈ ചെയ്തു. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഗ്രേഡിയൻറ്റ്. ഇവിടെ അടുത്തതായിട്ടാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു ഡിവ് ടാഗിനകത്തായിട്ട് ദിസ് ബോക്സ് യൂസസ് എ ഗ്രേഡിയൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് വൈറ്റ് ടെക്സ്റ്റ് എന്ന് നമ്മൾ എഴുതി. ഇനി എങ്ങനെയാണ് ഗ്രേഡിയൻറ്റ് ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. യെല്ലോ ആൻഡ് പിങ്കിൻ്റെ മിക്സഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കളറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ലഭിച്ചത്. ഇവിടെ വേണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ പിങ്ക് എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്ന രീതിയിലാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടതെങ്കിൽ നിങ്ങളിവിടെ ടു റൈറ്റ് എന്ന് പറയുന്നത് എഴുതുക, ദെൻ കോമ എഴുതുക. നമുക്ക് കാണാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് യെല്ലോ പിങ്ക്. നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വിസിബിൾ ആവുന്നതിന് വേണ്ടി യെല്ലോ റെഡ് കൊടുക്കാം. ദെൻ നമുക്കൊന്നുകൂടി അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടോ, യെല്ലോ ടു റെഡ് ഒരു ഗ്രേഡിയൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നു. ഈ ഒരു രീതിയിലാണ് ബേസിക് ആയിട്ടുള്ള CSS ബേസിക് ഡെമോൺസ്ട്രേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. താങ്ക് യു.